ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായും തോന്നുന്നു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ദുബായ് വാട്ടർ കനാൽ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പം ആക്ച്വലി ഇത് വലിയ ബ്രിഡ്ജാണ്. കുറച്ച് ഏരിയ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നന്നായിട്ട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു തരുന്നതാണ്. അപ്പം ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജിലേക്ക് ഇങ്ങനെ ഏരിയ നടന്നു പോവാണ്. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ ആ വലിയ ബ്രിഡ്ജ്. വലിയ ബ്രിഡ്ജാണിത്. ഇതിപ്പോഴത്തെ അപ്പാർട്ട്മെന്റ്സും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ വാട്ടർ കനാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ലൈറ്റ് ഷെയ്ഡായി വരുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഇത് കാണാൻ. ഇതിൻ്റെ അപ്പുറത്ത് ഫുൾ വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇവിടെ അത് മെയിൻ ബ്രിഡ്ജാണ്. ഇവിടെ അപ്പാർട്ട്മെന്റ്സ് കാര്യം പണി നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ട് ഏരിയ കേട്ടോ. അതേപോലെ ഇവിടെ ഇങ്ങനെ വണ്ടി ഉണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഫോണിൽ എന്തോ കണക്ട് ചെയ്ത് റീചാർജ് എന്തോ ചെയ്തിട്ട് ഇതിങ്ങനെ ഓടിക്കലാന്ന് തോന്നുന്നു. ഇതിപ്പോൾ ചാർജ് ഇട്ടാന്ന് തോന്നുന്നു. എന്താ ഗൈസ്, ഇത് അനങ്ങൂല. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഇത് ഇതാവുള്ളൂ. ആകെ ഒരു വണ്ടി ഗൈസ്, ബാക്കി ഫുൾ കാലിയാണ്. ഇത് നോക്ക് ഗൈസ്, രണ്ടാൾക്കാർ, ഒരാൾ അങ്ങോട്ടും പോകുന്നു, ഒരാൾ നിന്നും പോകുന്നു, ഒരാൾ ഇരുന്നും പോകുന്നു. എന്താല്ലേ ഇവിടെ അങ്ങനെയൊക്കെയാ. പിന്നെ ഇതാണ് ഗൈസ്, ഇവിടെ എഴുതിയിട്ടുണ്ട് അൽവാസൽ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ 72. ഇവിടെ ഓരോ ഏരിയയിൽ ഓരോ നമ്പേഴ്സാണ് തോന്നിട്ടോ. അല്ല ഗൈസ്, ഇവിടെ അവിടെ ഒരേ നമ്പറാണ്. നോക്കൂ ഗൈസ്, ഓ മൈ ഗോഡ്, അടിപൊളി. അപ്പൊ ഗൈസ് നമ്മുടെ ബേബി വന്നിട്ടുണ്ട്. ബേബി വന്നിട്ടുണ്ട്. ബേബി എവിടെയാ വന്നത്? ബേബി എവിടെയാ വന്നത്? വെള്ളാണോ? നീ വെള്ളമുണ്ട്. ബേബി ഹായ് പറഞ്ഞേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട്. ഹായ്. ഹാപ്പി ആണോ ചോദിക്കി? ഹാപ്പി ആണോ നിങ്ങൾ ഗൈസ്? നിങ്ങൾ കമന്റ് ചെയ്യണേ, ഹാപ്പി ആണോന്ന്. ഹാപ്പിയാണോ ബേബി? ഹാപ്പിയാണോ? ബേബി ഹാപ്പിയാണ് ഗൈസ്. സൂക്ഷിക്കണേ, വീണു പോകൂലേ വെള്ളത്തില്. ഓക്കെ ആണേ? ഓക്കെ. അതേപോലെ ഗൈസ് ഒന്ന് ചാർജിൽ ഇട്ടതാണ്. ബാക്കി വണ്ടികൾ, കുറച്ച് വണ്ടികൾ അതാ ഇവിടെ അങ്ങനെ നിർത്തിട്ടിട്ടോ. ഈ കല്ല് കയറി വെറുതെ ചവിട്ടുന്നുണ്ട്. ബേബി പോയി നോക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ അങ്ങോട്ടേക്കൊക്കെ കുറച്ചിങ്ങനെ നടക്കാണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കാം. അതാ ബെല്ലടിച്ച് പോകുന്നുണ്ട് സൈക്കിളുകാരൻ. ഇവിടെ കണ്ടോ ഗൈസ്, ഇവിടെ ലൈറ്റ്സും കാര്യമൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കാണ്. അങ്ങനെ കറങ്ങി അതിലെങ്ങനെ നടക്കാൻ തോന്നുന്നു. അപ്പുറത്ത് ഈ ഏരിയ എങ്ങനെ നടന്ന് അതിലെങ്ങനെ കവർ ചെയ്ത് ഇതിലെങ്ങനെ വരാം. ഇതിലെങ്ങനെ നടന്നിങ്ങനെ വരാം, അതിലെങ്ങനെ. പിന്നെ ഈ ബ്രിഡ്ജ് മുകളിൽ കയറണമെങ്കിൽ നമ്മൾ ഇതിലെ ഈ വഴിയാണ് മുകളിലേക്ക് നടന്ന് പോവുക. അതേപോലെ ഗൈസ് ഇവിടെ ഇത് പണി കഴിഞ്ഞ അപ്പാർട്ട്മെന്റ് ആണ്. എന്താ സംഭവം എന്നറിയില്ല. ഇവിടെയൊക്കെ ഇതിന്റെ ബാക്കിൽ ഇവിടെ സൈഡിലൊക്കെ കാണുന്നു. ഇവിടെ അപ്പാർട്ട്മെന്റ്സും കാര്യമൊക്കെ കണ്ടിട്ടോ. ഇവിടെ നോക്കുക ഗൈസ്, നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള പേപ്പർ കടലാസ് ഇല്ലേ, എന്താ ബോഗിൻ വില്ലെന്നും പറയും തോന്നുന്നു അല്ലേ. ഇതുണ്ടോ ഗൈസ്, ഇവിടെ നോക്കി ഏരിയയിലൊക്കെ ഇവിടെ ഒക്കെ ഫുൾ ഇങ്ങനെയാ ഗൈസ്. ഫുൾ ചെടികളൊക്കെ വെച്ചിട്ട് അതേപോലെ ആ സൈഡിലൊക്കെ ഉണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം. ബേബി അവിടെ ഉണ്ട്, ഇക്കൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വെറൈറ്റി ഓരോ സംഭവങ്ങളാന്ന് തോന്നുന്നു. നോക്ക് ഗൈസ്, ഇവിടെ ഇതെന്താ ചെമ്പരത്തി അല്ലല്ലേ? ചെമ്പരത്തിന്റെ അല്ലേ പോലെ ഉണ്ട് ഗൈസ്. ഇതുണ്ട് ഗൈസ് എൻ്റെ ബാക്കിൽ. ഇവിടെ ഒരു ദുബായിൽ ഇവരെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് സെക്യൂരിറ്റി. അപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ വേഗം പെട്ടെന്നാണ് ഇവിടെ കഴിയുന്നത്. ഈ ബിൽഡിംഗ് എന്നല്ല, ഇവിടുത്തെ ഏത് ബിൽഡിങ്ങിൻ്റെ എന്ത് കൺസ്ട്രക്ഷൻ വർക്കും കാര്യമൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഈ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ്ങാണ്. ഞങ്ങളിവിടെ എനിക്ക് തോന്നുന്നു കുറച്ച് മാസം മുന്നേ വന്നപ്പോൾ ഇത്ര ഡെവലപ്മെന്റ് ഒന്നും ഈ ബിൽഡിങ്ങിന് ഉണ്ടായിട്ടൊന്നുമില്ല.
ഇതിപ്പോ വേഗം പെട്ടെന്ന് എല്ലാം ഇതാവുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരും എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പുതിയ കണ്ടന്റ്സോ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും ബ്രിഡ്ജിൽ മുകളിൽ കയറിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചത്. ബേബിക്ക് തണുക്കുന്നുണ്ടോ? തണുക്കുന്നുണ്ട്. പഠിച്ചോനെ, ശരി പഠിച്ചോനെ. ബേബി എവിടെയാ വന്നത്? ബേബി എവിടെയാ വന്നത്? ബ്രിഡ്ജ് കാണാൻ വന്നതാ? ലൈറ്റ് ഉണ്ട് ബ്രിഡ്ജിൽ. വാ കം. ലൈറ്റ് ഉണ്ട്, കം. കം. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് കേട്ടോ. അപ്പൊ നമ്മള് ഇതിലെങ്ങനെ വേണം കേറാൻ. അപ്പൊ നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് കേറാം. കമോൺ. ഇല്ല ബേബി, കമോൺ പറഞ്ഞേ. അവരോടല്ല, ഇവരോട്, നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറയും കമോൺ എന്ന് പറയും. കമോൺ. ഓക്കെ ഗൈസ്, വരും. ഇവിടെ ലൈറ്റ് കുറവാട്ടോ ഗൈസ്. ഇവിടൊക്കെ ചെറിയ ലൈറ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കടുത്ത് ചെറിയൊരു അപേക്ഷ കൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് ഒക്കെ കൊടുക്കാൻ നല്ലത്, എന്നാലേ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നല്ലോണം കാണുള്ളൂ. ഇല്ല ബേബി, ശരിയല്ലേ ഉമ്മി പറഞ്ഞ ശരിയല്ലേ? ശരിയാണ്, ശരിയാണ്. ഞങ്ങൾക്കൊക്കെ റെഡിയാണ്. അപ്പൊ ഇത് കുറച്ച് കയറ്റം കേറാനുണ്ട്. അപ്പൊ ഈ കേറുന്ന ടൈമിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് പറയുന്നതിന് മുന്നേ ഫോൺ അങ്ങോട്ട് തിരിഞ്ഞു ഗൈസ്. ബുർജ് ഖലീഫ ഇവിടുന്ന് നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. ആ വ്യൂ കുറച്ചുകൂടി മുകളിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് നല്ലോണം സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. സത്യം പറഞ്ഞാല് എവിടെ നിന്നാലും ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നുള്ളതാണ് വാസ്തവം. എവിടെ നിന്നാലും മീൻസ് നമ്മൾ ഈ ദുബായിൽ കേട്ടോ, നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ടും മാറിയിട്ടൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ എത്രത്തോളം നല്ലോണം കാണാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ നമ്മൾ ഈ ദുബായ് ഈ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ നന്നായിട്ട് കാണാൻ പറ്റുട്ടോ ബുർജ് ഖലീഫ. ബേബി വാ, കം. അതേപോലെ അപ്പുറത്തൊക്കെ ഫുൾ വില്ല, അറബി വില്ല ആണോ എന്താ അറിയില്ല. ഏതായാലും ഒരുപാട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പാർട്ട്മെന്റ്സ്, അതേപോലെ വില്ല, അല്ലാണ്ട് വീടുകള് ഒക്കെ ഉണ്ട്. എനിക്ക് ബ്രിഡ്ജിന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ് ഈ ലൈറ്റ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലൈറ്റ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ സൈഡ് ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഈ സൈഡ്. ആ സൈഡ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അത് കാണിച്ചെടുക്കി. ഈ സൈഡ് ഒരു ബ്ലൂ, ആ ലാസ്റ്റ് വരുന്ന അവിടെ ഗ്രീനുമാണ് വരുന്നത്. അത് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ബ്രിഡ്ജിന്. എന്താ അല്ലേ, ഓരോ എന്താ പറയാ, ഇങ്ങനത്തെ ഓരോ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒരു ബുദ്ധി പോണ പോക്കേ. വേഗം ഇങ്ങോട്ട് ആഞ്ഞ് നടന്നോളുക. നടന്നിട്ട് എത്തുന്നില്ല. ലൈറ്റ് ഉണ്ടല്ലേ? പിന്നല്ലേ ഗൈസ്, ഒരു കാര്യമുണ്ട്, മോക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ട. അത് ഇന്ന ലൈറ്റ് എന്നൊന്നുമില്ല, അത് ഏത് ഷെയ്ഡ് കണ്ടാലും മോൾ ഇങ്ങനെ പറയും ലൈറ്റ് എന്നിങ്ങനെ പറയൂ. ഭയങ്കര ഇഷ്ടമാണ് നോക്ക്. വെന്നം, അതേപോലെ വെന്നുണ്ട് ഗൈസ്, വെന്നം. ഇവിടുത്തെ താഴേക്ക് നോക്കിയാൽ വെന്നം കാണുന്നുണ്ട്. ആ വെന്നാണ് ബേബി പറയുന്നത്, വെന്നം. ഇവിടെ ദുബായിലുള്ള ആൾക്കാരൊക്കെ എന്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരിക കേട്ടോ. നല്ല രസമുള്ള സ്ഥല, സീരിയസ്ലി. അപ്പൊ ഇവിടെ വന്ന് കുറച്ചേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൊള്ളി നല്ല അടിപൊളിയാക്കി. വാ നമ്മുടെ ബേബി ഇടക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. വാ, ഇത് നമ്മൾ അവിടെ വരെ നടക്കണ്ടേ? വേഗം പോരി. വെന്നപ്പുറത്തും ഉണ്ട്.
എനിക്ക് ഈ ചില ടൈമില് ഇതിലെങ്ങനെ ഇവിടെ നല്ല ഈ ബ്രിഡ്ജ് ഇവിടെ നല്ല കേട്ടോ. ഈ ദുബായില് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാല് ഇങ്ങനെ പോകുന്ന സമയത്തല്ല അല്ല ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുന്ന പാട്ടാണ് മറ്റേ ശ്രീനിവാസൻ പാടുന്നൊരു പാട്ടില്ലേ, എന്തായിരുന്നു, കൺമണിഞ്ഞു മുന്നിൽ വന്ന് ദുബായ് എന്ന് പറഞ്ഞ പാട്ടില്ലേ ഗൈസ്, എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അതേപോലെ വേറൊരു പാട്ടും, ഏത് നമ്മുടെ മറ്റേ നിവിൻ പോളിന്റെ ഒരു ഫിലിമില്ലേ, എന്താ, ഈ ശിശിരകാലം, അതിന്റെ കേസ് പുലരിപ്പൂ മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേഘ്, ആ പാട്ടാണ് കേസ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താല്ലേ, കണ്ടറിഞ്ഞെഴുതിയ വരികളാണ് അതൊക്കെ. കുഞ്ഞനെ വണ്ടി വരുന്നുണ്ടേ. ആ പാട്ടൊക്കെ വെച്ചിട്ടുള്ള വണ്ടിയാണ് കൈസ് പോകുന്നത്. ആ ഹോണും ഉണ്ട്. അടിപൊളി അടിപൊളി. അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. ബേബിന് ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്കൊക്കെ അടിക്കുക, കമന്റ് ഒക്കെ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് അപ്പൊ കൊടുക്ക് ലൈക്കിസ്. ആ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ആ ഖൈബ്, ആ ഖൈബ് ചെയ്യുങ്ങൾ, ഖൈബ്. വേറെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. അതാ ഇതിൽ ഫുൾ ഇങ്ങനത്തെ വണ്ടിക്കാരാ. ബൈ കൊടുക്ക്, ബൈ കൊടുക്ക അവർക്ക്. ബൈ ബൈ. നമ്മൾ ബൈ ബൈ കൊടുത്തവർ പറഞ്ഞയച്ചു. നമ്മളാരല്ലേ കുഞ്ഞനെ? ഞങ്ങക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാല് കൂക്കലൊരു ഹോബിയാ ഗൈസ്. മോള് കൂക്കുന്ന കേൾക്കുന്നുണ്ടോ ഗൈസ് നിങ്ങള്? ഇവിടുത്തെ ഈ അപ്പാർട്ട്മെന്റിലൊക്കെ ആൾക്കാർ താമസാക്കിക്കൊന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ചില റൂമില് ചില ഫ്ലോറിലൊക്കെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. ആളുണ്ടോന്നൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും ഏതായാലും. നല്ല അടിപൊളി. ഇവിടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിന്നാൽ ഇവിടെ ഏരിയയിലൊക്കെ ഫുൾ ബാൽക്കണി ഉണ്ട് ഈ സൈഡിലൊക്കെ. അവിടെ ആ രണ്ട് ബിൽഡിങ്ങില് ഇവിടുത്തെ രണ്ടെണ്ണം. അവർക്കൊക്കെ നേരെ താഴെ ഇറങ്ങിയാല് ഇവിടെ ഇതാ ബ്രിഡ്ജാ വരുന്നത്. ഇറങ്ങിക്കുമോ? താഴേക്ക് വീണോ? ഇറങ്ങി നിന്ന് കണ്ടാതിയാ. ബാ നമുക്കിനി അങ്ങോട്ട് കുറച്ചുകൂടി നടക്കാവാ. അതാ ഗൈസ് വേറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതാ നോക്ക് ഗൈസ്, ഇവരൊക്കെ പോകുന്ന ആ ഇലക്ട്രിക് സ്കൂട്ടർ. അള്ളാ ഞാൻ വെച്ചാൽ വീണ്. ആ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ താഴ്ന്ന് അവരെടുക്കുന്ന കേട്ടോ. ഫോണില് കണക്ട് ചെയ്തിട്ട് പോകുന്നതാണ്. അതിന് എനിക്ക് തോന്നുന്നു ചെറിയ എന്തോ ദിറംസ് എന്തോ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഇത് കുറച്ച് ടൈം ഉണ്ട്. നമ്മൾ റീചാർജ് എന്തോ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മൾ കുറച്ച് അതിന്റെ ഇങ്ങനെ ടൈം കാണിക്കും, ഇത്ര മിനിറ്റ് അതിൽ പോകാം എന്നുള്ളതൊക്കെ. ആ ഒരു ടൈം ആകുമ്പോൾ അത് കറക്റ്റ് സ്റ്റോപ്പ് ആവും. ചെയ്ത ഇത് കഴിയുമ്പോ ഇതിപ്പോ നമ്മൾ നടന്ന് കുറച്ച് ഇങ്ങോട്ട് എത്തിയിട്ടൊക്കെ നമ്മൾ അവിടുന്ന് താഴെ നിന്ന് നടന്നതാ. ഇങ്ങോട്ട് കാണിച്ചടിക്കതാ. നമ്മൾ അവിടുന്ന് താഴെ നടന്നട കയറി നമ്മൾ ഇവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഇതിലെങ്ങനെ ഇറങ്ങുമ്പോ നമ്മൾ എവിടെ എത്തുക? താഴെത്തും. താഴെ ഇപ്പുറത്തെ സൈഡ് എത്തും ഗൈസ്, ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങൾ ഈ കാണുന്നതല്ല, നേരെ ഇപ്പുറത്തെ ഈ ബിൽഡിങ്ങിന്റെ ഇതൊക്കെ കാണിക്കില്ലേ, കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ കാണില്ലേ, അതിന്റെ നേരെ താഴെ ആയിരിക്കും നമ്മൾ ഇറങ്ങാൻ തോന്നുന്നു. ഇതൊക്കെ ഇതിന്റെ നേരെ താഴെയാണ് ഗൈസ് നമ്മൾ ഇറങ്ങുക. അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മള് എന്താ പറയാ, ജോഗിങ് ചെയ്യണം, ഹെൽത്ത് ഭയങ്കര ഫിറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ കുറച്ച് 5-6 റൗണ്ട് നടന്നാൽ മതി. 5-6 റൗണ്ട് നടക്കണം എന്നില്ലാന്ന് തോന്നുന്നു. 1-2 അല്ല, ഒരു റൗണ്ട് തന്നെ നല്ല വൃത്തിയിൽ നടന്നാൽ മതി. അപ്പൊ നമ്മള് ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആവും അല്ലേ ബേബി? ഫിറ്റ് ആവൂല്ലേ? ആവും. ഓക്കെ, ഞാൻ വേഗം കൊണ്ട് നടക്ക്.
ശരിക്കും പറഞ്ഞ ഗൈസ് ഞാനിവിടെ വോയിസ് കൊടുത്തായിരുന്നു, പിന്നെ എന്താണെന്ന് അറിയില്ല, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഏതായാലും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. ഏതായാലും നമ്മൾ ഇതിലിങ്ങനെ ഒരു പോർഷൻ നടക്കുമ്പോൾ നേരെ ലിഫ്റ്റിൽ കയറി നേരെ താഴേക്ക് ഇറങ്ങാം, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്. അല്ലാതെ നേരെ ഇപ്പുറത്തും ഇതേപോലൊരു വഴിയുണ്ട്, അതിൽ നേരെ താഴേക്ക് ലിഫ്റ്റിലല്ലാണ്ട് നോർമലും ഇറങ്ങാം. അങ്ങനെയാണത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഏതായാലും ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ലിഫ്റ്റിലും മറ്റേതും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തിരിച്ചിനിപ്പോൾ എന്തായാലും നടക്കണമല്ലോ തിരിച്ച് കാറിലേക്ക് പോകാൻ. അപ്പോൾ ഏതായാലും പിന്നെ ലിഫ്റ്റിലിറങ്ങി അങ്ങനെ തന്നെ താഴെ ജസ്റ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതിൽ കയറി ഇറങ്ങാൻ നേരത്തെയായിരുന്നു കോമഡി, അത് നിങ്ങൾ കാണും. നമ്മളങ്ങനെ പോയി ഗൈസ്. എന്താ ചെയ്യ സസ്യാവല. അപ്പൊ ഗൈസ് നമ്മൾ താഴെ ഏതായാലും ഇറങ്ങി. അപ്പൊ ഞാൻ അവിടുന്ന് കാണിച്ച ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ കറക്റ്റ് ഇങ്ങനെയായിരിക്കും ഈ ബിൽഡിംഗ് വരിക. പൂളും കാര്യമൊക്കെ ആയിട്ടെന്നൊക്കെയാണ് ഇവരിതിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കിനി പോവാം. അങ്ങനെ ഏതായാലും ഗൈസ് ഞങ്ങൾ നടന്ന് വന്ന സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. വന്ന സ്ഥലത്ത് തന്നെ എത്തി. ഇനിയിപ്പം തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് ഇപ്പം എല്ലാം ഓൾറെഡി ഇപ്പം എല്ലാം കാണിച്ചു തന്നല്ലോ. അപ്പം ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ. ഇപ്പൊ കാർ ഇവിടെയാ പാർക്ക് ചെയ്തത്. ഞങ്ങൾ ഇതിന്റെ മെയിൻ സൈഡിലല്ല കേട്ടോ പാർക്ക് ചെയ്തത്, മെയിൻ കയറി വരുന്ന അവിടെയല്ല പാർക്ക് ചെയ്തത്, ഇതിന്റെ സൈഡിലാന്ന് തോന്നുന്നു പാർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് അതായിരുന്നു ഈസിയും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും ഈ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.